മലയാള സിനിമയെ വിറപ്പിച്ച ബോംബാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം പുറത്തു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, നിവിൻ പോളി തുടങ്ങി നിരവധി പ്രമുഖർക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നു. ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണവും തുടരുകയാണ്. ഈ ആരോപണങ്ങളെയെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. നേരത്തെ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിലെ വൈരുദ്ധ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ മുകേഷും ജയസൂര്യയും ഉൾപ്പെടെ 7 പേർക്കെതിരെ പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് യുവതി. മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതി നടിയുടെ അടുത്ത ബന്ധു കൂടിയാണ്. നടിക്കെതിരെ അതിഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു എന്നാണ് യുവതി ആരോപിക്കുന്നത്. കുറേ പെൺകുട്ടികളെ ഇത്തരത്തിൽ നടി ലൈംഗിക അടിമകളാക്കി. നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും യുവതി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യുവതി നടിക്കെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. 2014 സംഭവം നടന്നതെന്നാണ് യുവതി പറയുന്നത്. അന്ന് 16 വയസ്സായിരുന്നു. ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോഴാണ് പഴയ കാര്യം വെളിപ്പെടുത്തണമെന്ന് തോന്നിയതെന്നും യുവതി പറയുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്തായിരുന്നു സംഭവമെന്നും യുവതി പറയുന്നുണ്ട്. സിനിമ ഓഡിഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ 5-6 പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ തന്നെ തൊടുകയൊക്കെ ചെയ്തു. താൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത്. അവർ തന്നെ തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു. നിന്നെ നല്ല രീതിയിൽ അവർ നോക്കും, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും മതിയെന്നാണ് അവർ തന്നോട് പറഞ്ഞതെന്നും യുവതി ആരോപിക്കുന്നു. ഒരു ലൈംഗിക തൊഴിലാളിയാകുന്ന രീതിയിലായിരുന്നു സംസാരം. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞതെന്നും യുവതി ആരോപിക്കുന്നു. കേരള DGPക്കും മുഖ്യമന്ത്രിക്കും മാത്രമല്ല, തമിഴ്നാട് DGPക്കും യുവതി നടിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. യുവതിയുടെ പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘം യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും. എന്നാൽ തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ആരോപണ വിധേയയായ നടി പ്രതികരിക്കുന്നത്. മുകേഷിൻ്റെ ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയാണ് പരാതിക്കാരി തനിക്കെതിരെ രംഗത്ത് വന്നത്. കൂടുതൽ പേർക്കെതിരെ മൊഴി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് തടയാനാണ് പുതിയ നീക്കമെന്ന് നടി ആരോപിക്കുന്നു. അതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ലൈംഗിക ചൂഷണം വെളിപ്പെടുത്തിയ 20-ലധികം പേരുടെ മൊഴി ഗൗരവമുള്ളതാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഇവരെ 10 ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടും. നിയമ നടപടി തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ മൊഴി അടുത്ത 3-ാം തീയതിക്കുള്ളിൽ രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിക്കുന്നു.